ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ തേങ്ങാ വെള്ളമോ യൂസ് ചെയ്യാണ്ട് ഒരു നല്ല പെർഫെക്റ്റ് പാലപ്പത്തിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇത് എൻ്റെ ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. ഉമ്മാൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഓരോ ടിപ്പുകളുണ്ടാവും. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ 1 കപ്പ് പച്ചരി കുതിർത്തെടുത്തിട്ടുണ്ട്. ഒരു 8 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ള പച്ചരിയാണ് കേട്ടോ. ഇത് നമുക്ക് തലേ ദിവസം അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് അരി കഴുകിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. രാവിലെ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ തലേദിവസം രാത്രി അരച്ചെടുത്താൽ മതി. അപ്പോൾ അരിയെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/2 കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് ചോറാട്ടോ, വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് 1/4 കപ്പ് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ പഞ്ചസാര വേണം. നല്ലൊരു ക്രിസ്പിനെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാട്ടോ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. അതിലേറെ മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം കൂടിപ്പോവരുത്. നമുക്കറിയാമല്ലോ എത്രത്തോളം വെള്ളം വേണ്ടി വരും അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് തിക്നെസ്സിൽ വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇത് പൊങ്ങി വരുമൊന്നുമില്ല കേട്ടോ. ഇത് പൊങ്ങാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഇനി ഇതിൻ്റെ സീക്രട്ട് ഇരിക്കുന്നത് രാവിലെയാണ് കേട്ടോ. ഇത് അടച്ചു വെച്ചിട്ട് ഓവർനൈറ്റ് വെച്ചിട്ട് രാവിലെയാണ് ഇതിലേക്ക് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ രാവിലെ ഈ ഒരു പൊടി 1/2 കപ്പ് ചേർത്തിട്ടാണ് നമ്മളത് പെർഫെക്റ്റ് ആക്കി എടുക്കാൻ പോകുന്നത്. ഈ ഒരു പൊടി എന്താണെന്നറിയോ? നമ്മുടെ ഡബിൾ ഹോഴ്സിൻ്റെ പാലപ്പത്തിൻ്റെ മിക്സ് ഉണ്ടാവുമല്ലോ. നമ്മൾ പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാക്കറ്റ് പൊടി വാങ്ങിക്കുമല്ലോ. അത് നമ്മൾ അങ്ങനെ അങ്ങ് ചുട്ടെടുത്താൽ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടില്ല, കുറച്ച് കിട്ടുള്ളൂ. നമുക്ക് ഒരുപാട് ഐറ്റം കുറേ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരു 1/2 കപ്പ് എടുത്താൽ മതിട്ടോ. 1 കപ്പ് പച്ചരിയിലേക്ക് ഇതൊന്ന് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകൊണ്ടോ. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. 1/2 കപ്പ് ആ ഒരു പാലപ്പത്തിൻ്റെ പൊടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു 3/4 കപ്പോളം ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ മാവ് നല്ല ലൂസാണെന്നുണ്ടെങ്കിൽ 3/4 കപ്പ് വേണ്ട കേട്ടോ, 1/2 കപ്പ് തന്നെ മതിയാവും. എന്നിട്ട് നന്നായിട്ട് തന്നെ 1 മിനിറ്റോളം അടിച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് ഈ ഒരു നേരത്തെ നമ്മൾ ഫെർമെൻ്റ് ആവാൻ വെച്ചിട്ടുള്ള ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ഒഴിച്ചു കൊടുത്ത് ഉടനെ തന്നെ ചുട്ടെടുക്കരുത്. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷം മാത്രം ചുട്ടെടുക്കുക. അപ്പോൾ കുറച്ചങ്ങ് പൊങ്ങി വരും. നമ്മൾ എത്രത്തോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നോ അത്രത്തോളം ഇത് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തലേ ദിവസം അരി അരക്കുന്ന സമയത്ത് തന്നെ ഇതിട്ട് കൊടുത്തിട്ട് അരച്ചെടുത്താൽ നല്ലതായിട്ട് പൊങ്ങി മാവ് ഒലിച്ചു പോകാനും ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരിക്കൽ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് രാവിലെ തന്നെ അരച്ചെടുത്താലും മതി. തലേന്ന് അരച്ചെടുക്കണം എന്നുള്ളവർക്ക്, ലൈറ്റായിട്ടൊക്കെ അരക്കുന്നവർക്ക് തലേന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ അരച്ചെടുത്താലും മതി. അപ്പം നമ്മുടെ മാവ് കുറച്ചൊക്കെ അങ്ങ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ അപ്പച്ചട്ടി ഞാൻ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ നമുക്കിത് ചുറ്റിച്ചെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് മാവ് കോരി ഒഴിച്ചിട്ട് ഇത് ചുറ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതുപോലെ ചെറിയ 2 തവി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുത്ത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം തന്നെ കിട്ടും. അത് ഒരു 1/2 കപ്പ് ചേർത്താൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പാലപ്പം കിട്ടും. അപ്പോൾ അത് മുഴുവനായിട്ട് എടുത്തിട്ട് നമുക്ക് ചുട്ടെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയിലും ഇതുപോലെ ചെയ്താൽ ഉണ്ടാക്കിയെടുക്കാനായി പറ്റും. നല്ല ആരെടുത്തിട്ടുള്ള സോഫ്റ്റ് പാലപ്പായിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് ഫോളോ കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്